അഭിലാഷ് ഷാട്ടയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് സിന്ധു റോസ് ഒരുപാട് സിനിമകളിൽ ഡബ് ചെയ്യുന്നു, ഷോർട്ട് ഫിലിംസിൽ ഡബ് ചെയ്യുന്നു, അതുപോലെ ആൽബങ്ങളിൽ അഭിനയിക്കുന്നു. പിന്നെ സിനിമാ മേഖലയിൽ മാത്രമല്ല ഒരു അധ്യാപികയാണ്. അതിലുപരി എന്തോ പുതിയ പുതിയ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണല്ലേ. എന്തൊക്കെയോ ഒരു സംഭവം ഇവിടെ അറിഞ്ഞായിരുന്നത്, എന്തൊരു വെബ് സീരീസ് എല്ലാം ഇതായിട്ടാന്നിരിക്കണോ. എന്താ കുക്കർ ഷോ. അപ്പൊ അതുപോലെ ഒന്ന് മാറ്റി വെച്ചു. ഒരു വെറൈറ്റി പ്രോഗ്രാം ഒക്കെ ചെയ്തു പോലെ അതിലൂടെ ഡബിങ് ചെയ്യുന്നു അല്ലേ. പോലീസൊക്കെ ആഗ്രഹം ഇപ്പൊ പോലീസ് വേഷങ്ങൾ ചെയ്യുന്നു. അപ്പൊ ജീവിതത്തിൽ സാധിക്കാത്തത് സിനിമയിൽ സാധിക്കുന്നു. പിന്നെ മകനെന്തോ സിനിമയിലോ കേട്ടിങ്ങനെ ഷോർട്ട് ഫിലിമിന്റെ അതിന്റെ ആ ഒരു പ്രൊജക്ടിൽ ഫസ്റ്റ് ഷെഡ്യൂൾ പേര് ആശ്വിൻ. ആശ്വിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും കുറെ പേര് ചവിട്ടിത്താത്തം നോക്കി, പക്ഷെ നടന്നില്ല. ചവിട്ടിത്താത്ത നോക്കുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞത്. അപ്പൊ എന്തായാലും മുന്നോട്ട് പോട്ടെ, ഈ ഊർജ്ജത്തിൽ മുന്നോട്ട് പോട്ടെ. അപ്പൊ അന്ന് എനിക്ക് തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയപ്പോൾ നമ്മുടെ ഗിരീഷ് വെണ്ണലയുടെ ഒരു ബ്ലോഗിൽ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അന്ന് ഒരു പാട്ട് പാടിയായിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടി. ആ പാട്ട് ആയിക്കടന്ന് പാട്. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മധു തേടി പോയി നീളെ താഴെ തളിരാർന്നു പൂവനും. എനിക്ക് കുറെ സമ്മാനം കിട്ടിയിട്ടുള്ള പാട്ടാണ്. കുഞ്ഞുനാളാണോ? അപ്പൊ ഒരു പാട്ട് ഓർമ്മ വരാം എനിക്ക് പെട്ടെന്ന്. ഈ പാട്ട് കേട്ടപ്പോയി വേറെ പാട്ട് ഓർമ്മ വരിക. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽക്കൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ പിണങ്ങരുതേ അരുതേ പുലരാറായോ തോഴി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽക്കൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ. എന്തായാലും ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ 1 കോടി പ്രോഗ്രാമിൽ എത്തിയത് പാട്ട് പാടിയാണ്. രാവിലെ വൈകിട്ട് വരെ പേഷ്യൻസിന് വേണ്ടി പാടിയാണ് 1 കോടി. സന്തോഷം. അങ്ങനെ തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടി. ആ സമയത്ത് നമ്മളൊരു ബ്ലോഗ് ചെയ്യാൻ പറ്റി, അതൊക്കെ വലിയ സന്തോഷമാണ്. പുതിയ വർക്കുകൾ ഏതാണ്? പുതിയ വർക്കുകൾ വരുന്നുണ്ട്. ഒരു ഹിന്ദി ഒരു ഫിലിമിന്റെ ഒരെണ്ണം വരുന്നുണ്ട്. ഇങ്ങനെ ഡബിങ്ങിന്റെ ഒക്കെ അനുഭവം എങ്ങനെയുണ്ട്? ഡബിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമയുടെ ഫീൽഡാണ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചിലപ്പോ നമ്മൾ നിർവികാരമായിട്ടുള്ള മുഖങ്ങളൊക്കെ ഇട്ട് ഒരു മൂടല് ഒരു ചിരി പോലും ചിലപ്പോ ശരിയാക്കാൻ ചിലപ്പോ കുറെ സമയം പിടിക്കും. ചിലപ്പോ നമ്മുടെ ബുദ്ധിമുട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്തായാലും സന്തോഷം, കാരണം ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പ്രോഗ്രാംസ് കിട്ടും. എന്ത് സംഘടനയൊക്കെ ഉണ്ടല്ലേ? ഞാൻ ഇവിടെ എറണാകുളത്ത് സംഘകല ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ അതിനകത്ത് മെമ്പറാണ്. ഒരു 6-7 വർഷമായിട്ട് ഞങ്ങൾക്ക് വീക്കിലി സിംഗിങ് പ്രോഗ്രാംസ് ഇടയ്ക്ക് പുറത്ത് പുതിയ വർക്കുകളൊക്കെ വരുന്നുണ്ടല്ലേ? സിനിമയാണെങ്കിലും വരുന്നുണ്ട്. ഇടയ്ക്ക് ഗാനമേള ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു സംഘടന. വേറെ പാട്ട് പാടും. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് കൂട്ടിരുന്നു ഒന്ന് മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണ് നീ. ഇത് വെറുതെ പാടിയാണേ. അപ്പൊ രണ്ടുപേരും പാട്ട്, വേറെ പാട്ടുകൾ പാടും. ഞാനൊരു മാപ്പിളപ്പാട്ട് പാടും. കൊച്ചിക്കാരുടെ ഹൃദയ സ്പന്ദനങ്ങളിൽ അലിഞ്ഞ മാപ്പിള ഒരു പഴയ പാട്ടാണ്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനി വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനി വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. അടിപൊളി അടിപൊളി അടിപൊളി. സിന്ധു റോസ് എന്തായാലും കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഒരുപാട് കുത്തിരിപ്പ് കുന്നായ്മ കൂടെ അല്ലെ, അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഒരു വിജയം ഉണ്ടാവും എന്തായാലും കേട്ടോ. ഇനി നല്ല നല്ല അവസരങ്ങൾ സിനിമയിലാണെങ്കിലും സീരിയലാണെങ്കിലും എല്ലാം കിട്ടട്ടെ, ഡബിങ്ങിലാണെങ്കിലും കിട്ടട്ടെ. പിന്നെ അതുപോലെ അധ്യാപക ജോലിയിൽ ഇടയ്ക്ക് ജഗദീഷ് ചേട്ടൻ HSMI അധ്യാപക ജോലി മാറ്റി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. HSMI അഭിനയത്തിന് പോണത് ഞാൻ ഈ ജോബ് മാറ്റി വെച്ചിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ അധ്യാപന ജോലിയിൽ ഇടയ്ക്ക് അഭിനയിക്കാനും പോകും. പിന്നെ ഇൻഷുറൻസ് എന്തായാലും സന്തോഷം. അപ്പൊ പ്രേക്ഷകരോട് സിന്ധു റോസിന് എന്തായാലും ശബ്ദത്തിലൂടെയാണ് നമുക്ക് പല നടിമാർക്ക് അല്ലെ, നടിമാർക്ക് വേണ്ടി ശബ്ദം
കേക്കാണ് ചെയ്തത്. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. ഇതാണ് സിന്ധുറോസ് ഡബിങ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. വിജയം കൈവരിക്കും. അഭിക്കും ഒത്തിരി അവസരങ്ങൾ താങ്ക് യു. കാണാൻ പറ്റിയില്ല. അപ്പോൾ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് കൂട്ടിരുന്നു ഒന്ന് മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണ് നീ, എന്റെ വേഴാമ്പൽ. അപ്പൊ ഓക്കെ, അപ്പൊ പ്രശ്നം ഉണ്ടാക്കട്ടെ. ഓക്കെ, സിന്ധുറോസിനെ സപ്പോർട്ട് ചെയ്യുക. നാളത്തെ ഒരു അറിയപ്പെടുന്ന ഒരു താരമായി മാറട്ടെ. അതിന് ദൈവാനുഗ്രഹം ആവട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. കുഞ്ഞു ലൈഫിൽ ഇനി മടങ്ങി വരാൻ വേറെ ലൈഫില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. മകനും എല്ലാവിധ ആശംസകളും പുതിയ മൂവിക്ക്. എല്ലാവിധ ആശംസകളും സിന്ധുറോസിന്. താങ്ക് യു.